ലാൻഡിങ് അതുപോലെ തന്നെ ടേക്ക് ഓഫിനൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. മണൽക്കാറ്റ് അഥവാ മണൽക്കാറ്റിനെ അറബിയിൽ പറയുന്ന ഹബൂബ് എന്നാണ്. 75 കിലോമീറ്ററോളം വ്യാപിച്ചെടുക്കുന്നതാണ് ഈ ദുബായ് മെട്രോ. ലോകത്തിലെ തന്നെ ഡ്രൈവർ വേണ്ടാത്ത മെട്രോ നെറ്റ്വർക്കിൽ മുൻനിരയിൽ തന്നെ ഇടം പിടിച്ചിട്ടുള്ളതാണ് ഈ ദുബായ് മെട്രോ. കിൻകി ഷെരിയോ എന്ന ജാപ്പാനീസ് കമ്പനിയാണ് ഈ ഫുള്ളി എയർ കണ്ടീഷൻ ആയിട്ടുള്ള മെട്രോ നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അൽക്കരാമയിൽ എത്തിയിരിക്കുകയാണ്. മണൽക്കാറ്റ് ഇവിടെയും അല്പം കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. നമുക്ക് സീബ്ര ക്രോസിങ്ങിൽ കൂടി റോഡ് മുറിച്ച് കിടന്നിട്ട് അപ്പുറത്തെത്താം. അപ്പോൾ ഈ കാണുന്നത് 1 to 10 ആണ്. ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്, റാസ. മാംഗ്ലൂർ, ഗോവൻ, കേരള സ്റ്റൈൽ ഫുഡുകളൊക്കെ ഇവിടെ കിട്ടും. നമുക്കിനി പോകേണ്ടത് ബസ് സ്റ്റോപ്പിലേക്കാണ്. ദുബായ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ എല്ലാ ബസ് സ്റ്റോപ്പുകളും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണെന്ന് അറിയാമല്ലോ. അപ്പം ഇതൊരു ഇലക്ട്രിക് ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ ആരോ ബസ് കാത്ത് ഉള്ളിലിരിക്കുന്നുണ്ട്. നമുക്ക് വാതിൽ തുറന്ന് പതുക്കെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇതാണ് ബസ് സ്റ്റോപ്പ്, ഫുള്ളി എയർ കണ്ടീഷൻ ആണ്. അപ്പം അങ്ങോട്ടേക്കുള്ള ബസ് ഇപ്പം റൈറ്റ് സൈഡിലാണ് വണ്ടി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ റൈറ്റ് സൈഡിലുള്ള ബസ് സ്റ്റോപ്പിലാണ് കയറേണ്ടത്. ഇപ്പം നാട്ടിലെ പോലെ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ പോയി കയറാൻ പാടില്ല. കാരണം നമ്മൾ നേരെ മംഗലാപുരത്ത് പോലെ നേരെ തിരുവനന്തപുരം എത്തുന്ന അവസ്ഥയായിരിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ടാണുള്ളത്. ദേറ സിറ്റി സെൻ്ററാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പ് അൽക്കരാമയെ പറ്റി കുറച്ച് നമുക്ക് പറയാം. വളരെ പണ്ടുകാലം മുതലേ വിവിധ രാജ്യങ്ങളിലെ ആളുകൾ ഇവിടെ താമസാക്കിയിട്ടുണ്ട്. മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ കരാമ. കൂടാതെ ഒരുപാട് ഇന്ത്യൻസും മലയാളീസൊക്കെ ഇവിടെ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. കരാമയിലെ പ്രസിദ്ധമായ കരാമ മാർക്കറ്റ്, അതായത് കുറഞ്ഞ വിലയിൽ നല്ല സാധനങ്ങൾ ലഭ്യമാകുന്ന തിരക്കേറിയ ഒരു ഇടം കൂടിയാണ് ഈ കരാമ മാർക്കറ്റ്. 300-ലധികം കടകൾ ഇവിടെ വ്യാപിച്ചെടുക്കുന്നുണ്ട്. തുണിത്തരങ്ങളും ഫാഷൻ ആക്സസറീസ് ഒക്കെ ഇവിടെ കിട്ടും. അതുപോലെ കരാമയിലെ റോഡ് ആൻഡ് മെട്രോ സൗകര്യം അത് ദുബായിലെ മറ്റൊരു ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ പോകാനായിട്ട് സാധ്യമാക്കുന്നത്. നോൾ കാർഡാണ് നമുക്ക് മെട്രോയിലൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ബസ്, ടാക്സി, മെട്രോ ഇതിലൊക്കെ യൂണിവേഴ്സലായിട്ട് ഉപയോഗിക്കുന്ന കാർഡാണ് ഈ നോൾ കാർഡ്. NFC ചിപ്പുള്ള കാർഡാണിത്. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഫോണിലൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ അത് വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നും ആക്സസ് ചെയ്യുക. അപ്പം തൊട്ടടുത്ത് കാണുന്നതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. അപ്പം മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് നമ്മൾ ഏറ്റുടനെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ടോട്ടൽ 4 മെട്രോ എൻട്രൻസ് ഉണ്ട്. ഇപ്പം മെട്രോ എൻട്രൻസ് 3 ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ തൊട്ടടുത്ത് കാണുന്നത് നമ്മുടെ ദേറ സിറ്റി സെൻറ്റർ ഷോപ്പിംഗ് മാളാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മെട്രോ സ്റ്റേഷനിലാണ് നമ്മളിരിക്കുന്നത്. തൊട്ടടുത്ത് നമുക്ക് കുറേ സൈക്കിളൊക്കെ നിർത്തിയിട്ടേക്കാണ്. ഇവിടെ വെച്ചാൽ ഒരു പൊല്യൂഷൻ ഫ്രീ കൺട്രി ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇതാക്കണം. ഒരു സൈക്കിളിൽ കയറി പോകുന്നുണ്ട്. അപ്പം ഇത് ഇലക്ട്രിക് സൈക്കിൾ സ്കൂട്ടേഴ്സാണ്. ഇത് മെയിൻലി MIയുടെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കമ്പനീസ് ഇങ്ങനെ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ദേറയിലാണ്, ദേറ സിറ്റി സെൻറ്റർ. അപ്പോൾ ഡേ ടു ഡേ നമ്മൾ 1 ദിർഹം കൊടുത്തിട്ട് ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒഴിഞ്ഞ കുപ്പി നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് ദുബായിലൊക്കെ കാണുന്ന ദുബായ് ക്യാൻ. അതായത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. അതായത് നമുക്ക് അന്തരീക്ഷത്തിലുള്ള ഹൈഡ്രജൻ, അതായത് H2O നമുക്ക് വെള്ളമായിട്ട് മാറ്റുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പം സാധാരണ രീതി നമുക്കറിയാമല്ലോ, ഈ ദുബായിലൊക്കെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ എയർ ടു വാട്ടർ സിസ്റ്റം. മെയിൻലി നമ്മൾ അന്തരീക്ഷത്തിലെ വെള്ളം ഡയറക്റ്റായിട്ട് ലിക്വിഡ് ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി അവിടെ എത്തിയിരിക്കുകയാണ്.
അപ്പം നമുക്കിത് ക്രോസ് ചെയ്തിട്ട് നമുക്ക് ഐക്യയിലേക്ക് പോവാം. അപ്പം ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഐക്യയും. അപ്പം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഐക്യയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പം ദുബായിലൊക്കെ ഉള്ളവർക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇവിടെയാണ് ഏറ്റവും നല്ല സ്ഥലം. അപ്പം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഇപ്പം റോഡിൽ പച്ച കത്തിയിട്ടുണ്ട്, നമുക്ക് വേഗം തന്നെ ക്രോസ് ചെയ്ത് പോവാം. അപ്പം ഇതാണ് ഐക്യയിലേക്കുള്ള എൻട്രൻസ്. ഇത് വിവിധ രാജ്യങ്ങളിലുള്ള സ്വീറ്റ്സ് ആണ്. ഇത് നമുക്ക് കുറച്ച് ആർട്ട് വർക്ക്സ് ഒക്കെ കാണാം. ആർട്ട് വർക്ക് അപ്പൊ ഇതാണ് കുട്ടികളുടെ പ്ലേ ഏരിയ. ഇതൊരു വെൻഡിങ് മെഷീനാണ്. നമുക്ക് ആവശ്യമുള്ള ഏതാണെന്ന് വെച്ചാൽ ആ നമ്പർ ഞെക്കി കഴിഞ്ഞാൽ നമുക്കത് ഇതായിട്ട് വരും. നമുക്ക് അതിൽ എഴുതിയിട്ടുണ്ട് A58. ആ 58 അടിച്ചിട്ട് നമ്മൾ ക്യാഷ് മുകളിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം എന്താ നമ്മുടെ താഴെ കിട്ടും. അപ്പം നമ്മുടെ എൻട്രൻസ് അപ്പുറമാണ്. നമ്മളിപ്പം ഉള്ളതെന്ന് വെച്ചാൽ ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലാണ്. നമുക്ക് പോകേണ്ടത് ഐക്യയിലേക്കാണ്. അപ്പം ഐക്യയുടെ എൻട്രൻസ് അവിടെയാണ്. നമുക്ക് ജസ്റ്റ് ഈ മാളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പം എന്താ നമുക്ക് മാട്രസ് വേണമെങ്കിൽ മാട്രസ് സ്റ്റോർ ഉണ്ട്. അതായത് നമുക്ക് വിവിധ തരത്തിലുള്ള മാട്രസുകൾ വേണമെങ്കിൽ ഉള്ള സ്റ്റോർ ഉണ്ട് ഇവിടെ. അതുപോലെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ഫീച്ചർ. ഐക്യൻ്റെ എൻട്രൻസിലേക്ക് പോവാം. ഓരോരുത്തരുടെ സ്വപ്നമാണ് നമ്മുടെ വീട്. അപ്പോൾ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ ആ വീടിനെ ആക്കിയെടുക്കുകയാണ് ഈ ഐക്യ ചെയ്യുന്നത്. ക്രിയേറ്റിംഗ് എ ബെറ്റർ എവറിഡേ ഫോർ മെനി പീപ്പിൾ എന്നാണ് ഐക്യയുടെ ബ്രാൻഡ് ടാഗ്. അപ്പോൾ ഐക്യ അതായത് ഇതൊരു സ്വീഡിഷ് ഫൗണ്ടഡ് കമ്പനിയാണ്. ഡച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി റെഡി ടു അസംബിൾ ഫർണിച്ചർ, കിച്ചൺ അപ്ലയൻസസ്, ഹോം ആക്സസറീസ് എല്ലാം തന്നെ ഇവിടെ കിട്ടും. അപ്പം ഇതൊരു ഫുള്ളി അസംബിൾഡ് ആൻഡ് ഫർണിച്ചർ ലിവിങ് റൂമിൻ്റെ ഡെമോ ആണ്. നമുക്ക് ഒരു റൂം അതിൻ്റെ തന്നെ ഓരോന്നിൻ്റെ വില അതിൽ ദിർഹംസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പം സാധാരണ ബിഗ് ബോസിൻ്റെ സ്റ്റുഡിയോയിൽ വന്നൊരു ഫീലാണ്. കാരണം വെച്ചാൽ സെയിം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ബിഗ് ബോസിൽ ബ്രാൻഡ് പ്രൊമോഷനായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെയും ഇതേപോലെ ബ്രാൻഡിൻ്റെ നെയിം അതുപോലെ തന്നെ ആൾക്കാരത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് അതിനെപ്പറ്റി
ആ ബ്രാൻഡിനെ കുറിച്ച് ആൾക്കാർ അറിയുന്നത്. ഇന്റീരിയർ ഡിസൈനിങ്ങിൽ സൗണ്ട് ആൻഡ് ആക്വസ്റ്റിക്സ് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കിതൊക്കെ കാണുമ്പം മനസ്സിലാവും. അപ്പോൾ ഒരു സ്പീക്കറിൻ്റെ കളറും അതുപോലെ അതിൻ്റെ ഡിസൈനും സൈസൊക്കെ എത്ര പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്ന് ഇപ്പം നമ്മുടെ സൗണ്ട് ആൻഡ് അക്വസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ കാണാം. അപ്പോൾ ഇതൊരു ഡൈനിങ് ഏരിയ ആണ്. ഏതായാലും ഐക്യയുടെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവരുടെ ഐഡിയാസ് ഒരു സല്യൂട്ട് കൊടുക്കാതെ വയ്യ. കാരണം വെച്ചാൽ എത്ര ഇന്നോവേറ്റീവായിട്ടാണ് ഈ ഒരു മോഡേൺ രീതിയിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ഒരുക്കിയിട്ട് സാധനങ്ങൾ വിറ്റഴിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. $35,500 സ്ക്വയർ മീറ്റർ ചുറ്റുള്ളിൽ കിടക്കുന്ന ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയുടെ ഉള്ളിലാണ് ഈ ഐക്യ. ഈ ഐക്യൻ്റെ ഫുൾ ഫോമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ രസകരമാണ്. അതായത് സ്വീഡനിലെ കൂട്ടുകാർ അവരുടെയൊക്കെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങളാണ്. ഇവർ ചേർന്നിട്ടാണ് ഈ ഐക്യ എന്ന ലോകോത്തര മൾട്ടിനാഷണൽ ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓരോ ആൾക്കാർ അവരുടെ മനസ്സിലുള്ള ഡിസൈനുകൾ പറഞ്ഞ് അതുപോലെ ആക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് കുട്ടികൾക്കായിട്ടുള്ള ഏരിയയാണ്. അതായത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാർട്ടൂൺസ് അതുപോലെ തന്നെ മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ ഇണക്കി നല്ല രസകരമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതാണ് ഈ ഏരിയ. വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ ലൈറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വിവിധ രീതിയിലുള്ള ലൈറ്റിങ്സ് ഇവിടെ കാണാൻ പറ്റും. പല കളറിലുള്ളത്, പല വെറൈറ്റി ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രൂപത്തിൽ കുറേ ലൈറ്റിംഗ് കാണാൻ പറ്റും. അതുപോലെ തന്നെ വീടിന് ഇണങ്ങിയ രീതിയിലുള്ള ടൈൽസ്, അതുപോലെ തന്നെ ഫ്ലോർ വാൾസൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ എന്തൊക്കെ വേണം, അതായത് പ്ലംബിംഗ് സെറ്റ്, അതുപോലെ നമ്മുടെ ഗ്ലാസ് വെയേഴ്സ്, അതുപോലെ തന്നെ കിച്ചൺ വെയേഴ്സ് എല്ലാം തന്നെ ഇവിടെ കിട്ടും. ഒരു വീട് ഭംഗിയാക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെയുണ്ട്. അപ്പം ഒരു വീട് പണിത് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടി എത്ര പൈസ വേറെ എക്സ്ട്രാ മുടക്കണം ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഐക്യയിൽ നിന്ന് ഇറങ്ങി ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മാളിലേക്ക് നമ്മൾ നടക്കുകയാണ്. ലോകോത്തര ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളെല്ലാം തന്നെ ഇതിലുണ്ട്. അപ്പം സമയം വൈകിക്കൊണ്ട് നമുക്ക് ലാസ്റ്റ് മെട്രോ കിട്ടാനായിട്ട് മടങ്ങിയാണ്. ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയുടെ തൊട്ടടുത്ത് തന്നെ ദുബായ് മറൈൻ ട്രാൻസ്പോർട്ടിൻ്റെ ലാസ്റ്റ് ബോട്ട് സർവീസ് നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം ഇതിൽ കയറി നമ്മൾ ക്രീക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് പോകുകയാണ്. അപ്പം 2 ദിർഹംസ് ആണ് ഈ ബോട്ട് സർവീസിൻ്റെ ചാർജ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള ഈ ബോട്ട് സർവീസ് ദുബായ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ഞായറാഴ്ച കൂടി
വളരെ പെട്ടെന്ന് കടന്നുപോയി. അപ്പോൾ ഇനിയും ദുബായിലെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.